എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും മുന്നണി സ്ഥാനാർത്ഥികളും 3 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളാണ് ആറ്റിങ്ങലിൽ ഇപ്പോൾ നേടിയിരിക്കുന്നത്. മുന്നിട്ട് നിൽക്കുന്ന ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയി 3,21,045 വോട്ടുകൾക്കാണ് നേടിയിരിക്കുന്നത്. അടൂർ പ്രകാശ് 3,19,945 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ 3,07,005 വോട്ടുകളും നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 2.5 ലക്ഷത്തോളം വോട്ടുകളായിരുന്നു NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ നേടിയതെങ്കിൽ ഇത്തവണ അതിനെ മറികടക്കാൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF കൊടി പാറിച്ചത് പല സാഹചര്യങ്ങൾക്കുണ്ടായിരുന്നു. ശബരിമല പ്രശ്നം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾ അനുകൂലമായി വന്നിട്ടുണ്ട് UDFന്. ഇടത് കോട്ടയിൽ അടൂർ പ്രകാശ് വന്നിറങ്ങിയപ്പോൾ ഇത്തവണ പക്ഷേ അത്തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒന്നുമില്ല. ഒരുപക്ഷെ അതാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവസാന മണിക്കൂറിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുമ്പോൾ പ്രകടമാകുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും UDF ക്യാമ്പിനും LDF ക്യാമ്പിനും ആറ്റിങ്ങലിൽ ഒരുപോലെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. VIP പോരാട്ടം നടന്ന ശ്രദ്ധാകേന്ദ്രമായിരുന്ന മറ്റു പല മണ്ഡലങ്ങളിലും ഏതാണ്ട് ലീഡ് നിലയും ഫലസൂചനകളും പുറത്തു വന്നെങ്കിലും ആറ്റിങ്ങൽ ഇപ്പോഴും പിടികൊടുക്കാതെ സെക്കൻഡുകൾ വെച്ച് ഈ ലീഡ് നില മാറി മറിയുന്ന ഒരു കാഴ്ച കൂടിയാണ് ആറ്റിങ്ങലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിലെ ലീഡ് നില പ്രകാരം 1101 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി വി ജോയി മുന്നിട്ട് നിൽക്കുന്നത്. 27,000 വോട്ടുകൾ കൂടിയാണ് ഇനി എണ്ണി തീരാനുള്ളത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ആ വോട്ടുകൾ കൂടി കഴിയുമ്പോൾ ആര് മുന്നേറുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. അവസാന റൗണ്ടിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. പലരും ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ലീഡ് നിലയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അടൂർ പ്രകാശ് 1036 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 1036 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അടൂർ പ്രകാശ് 1036 വോട്ടുകൾ ലീഡ് നില തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 1036 വോട്ടുകൾക്കാണ് ആറ്റിങ്ങലിൽ ഇപ്പോൾ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നത്. വലിയ രീതിയിൽ ഇങ്ങനെ മാറി മറിയുന്ന ഒരു സാഹചര്യം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. 1036 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുകയാണ്. വി ജോയുടെ ലീഡ് അട്ടിമറിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത, സുപ്രധാനമായ വാർത്ത. അടൂർ പ്രകാശിയുടെ പ്രതീക്ഷകൾ മങ്ങുന്നു. വി ജോയിയുടെ പ്രതീക്ഷകൾ മങ്ങുന്നു. അവസാന നിമിഷം വരെയും പ്രതീക്ഷകളുണ്ടെങ്കിൽ പോലും അടൂർ പ്രകാശ് 1036 വോട്ടുകൾക്ക് മുന്നിലാണ്. അടൂർ പ്രകാശിന് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഇടങ്ങളും സ്വാഭാവികമായും അടൂർ പ്രകാശിൻ്റെ പഞ്ചായത്തുകളാണ്. അടൂർ പ്രകാശിന് ലീഡ് നൽകിയ പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകൾ അടൂർ പ്രകാശിന് അനുകൂലമായി ചിന്തിക്കുന്നു. 1036 വോട്ടുകൾക്ക് നോക്കൂ, അല്ലമീൻ അടൂർ പ്രകാശിന് സാധ്യത തെളിയുകയും വി ജോയിയുടെ പ്രതീക്ഷ മങ്ങുകയും ചെയ്യുകയാണ്. അരുൺകുമാർ അങ്ങനെയില്ല, വീണ്ടും വി ജോയ് തന്നെ ലീഡ് ചെയ്യുന്നു. 1100 വോട്ടുകൾക്ക് വീണ്ടും വി ജോയ് ലീഡ് ചെയ്യുന്ന സാഹചര്യമാണ്. വീണ്ടും 1300 വോട്ടുകൾക്ക് വി ജോയ് മുന്നിലെത്തി നിൽക്കുന്നു. 1100 നികേഷ് 1100 വോട്ടുകൾക്കാണ് വി ജോയ് ലീഡ് ചെയ്യുന്നത്. മാറി മറിയുകയാണ് സെക്കൻഡുകൾ വെച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. ലീഡ് നില എന്നുള്ളതാണ്. അവസാന മണിക്കൂറിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ 2 മുന്നണികൾക്കും ലഭിക്കുകയും പ്രതീക്ഷ മങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചകൾ ആറ്റിങ്ങലിൽ കാണുന്നുണ്ട്. അവിടെ NDA ആണോ ഒരു സ്പോയിലർ? NDAക്കാണോ അവിടെ വോട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറെ മണിക്കൂറായി ഈ ലീഡ് നില മാറി മറിയുമ്പോൾ NDAക്ക് വലിയ വ്യത്യാസം കാണുന്നില്ല. 3 ലക്ഷം കടന്ന് വി മുരളീധരൻ വോട്ട് നില സ്ഥായിയായി നിൽക്കുകയാണ്. അപ്പോഴും വി ജോയിയുടെ വോട്ട് നിലയിൽ തന്നെയാണ് മാറി മറിയുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1100 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി ജോയ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അടൂർ പ്രകാശിന്റെ, അതായത് 1100 വോട്ടുകൾക്ക് പിന്നിലാണ് അടൂർ പ്രകാശ്. പക്ഷേ അതേസമയം അടൂർ പ്രകാശിന്റെ 2 വിമത സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ഒന്ന് പ്രകാശ് PL എന്നുള്ളതാണ്. അദ്ദേഹം 1780 വോട്ടുകൾ നേടിയിട്ടുണ്ട്. മറ്റൊരു പ്രകാശ് S ഉണ്ട്. അദ്ദേഹം 795 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഏതാണ്ട് 3000ഓളം വോട്ടുകൾ, 2500ഓളം വോട്ടുകൾ ആ നിലയിൽ അടൂർ പ്രകാശിന്റെ വിമതൻ പെട്ടിയിലാക്കി, പോക്കറ്റിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ഏതായാലും ഒപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കാം കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ UDFന് ഇത്തവണ കാര്യങ്ങൾ കുറച്ച് പ്രതിസന്ധിയിലാക്കിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയുടെ കോട്ടയാണ് ആറ്റിങ്ങൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർച്ചയായിട്ട് സമ്പത്ത് അവിടെ പ്രതിനിധീകരിച്ചിരുന്നു. അതിനു മുമ്പും ഇടത് പ്രതിനിധികൾ തന്നെ ഏറെക്കാലം
പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം. UDF-ന്റെ സ്ഥാനാർത്ഥികളും വിജയിച്ചിരുന്നു. പക്ഷേ തുടർച്ചയായി ഇടതുമുന്നണി കയ്യിൽ വെച്ചിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ലാൻഡ് ചെയ്ത് കയ്യിലൊതുക്കിയതും അവിടെ വിജയക്കൊടി പാറിച്ചതും. പക്ഷേ ഇത്തവണ ആ അടൂർ പ്രകാശിന് പോലും കാര്യങ്ങൾ കുറച്ച് പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്നുള്ളതാണ്. കള്ളവോട്ട് ഉൾപ്പെടെ ആരോപണം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശ് ഉന്നയിക്കുന്നു. അതേസമയം പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നതടക്കമുള്ള മറുതന്ത്രവും മറു ആക്ഷേപവും LDF ക്യാമ്പ് ഉന്നയിക്കുന്നു. വോട്ടുകൾ നോട്ടയ്ക്ക് പോയിരിക്കുകയാണ് ആറ്റിങ്ങലിൽ. നോട്ടയ്ക്ക് 9580 വോട്ടുകളാണ് ആറ്റിങ്ങലിൽ നോട്ടയുടെ പെട്ടിയിൽ പോയത് എന്നുള്ളത് കൂടി ഏറെ പ്രധാനമാണ്. 9580 വോട്ടുകളാണ്. അതോടൊപ്പം തന്നെ മറ്റു അഡ്വക്കേറ്റ് സുരഭി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി 4446 വോട്ടുകൾ, പ്രകാശ് PL 1780 വോട്ടുകൾ, പ്രകാശ് S 700 വോട്ട് നിലയിൽ മാറ്റം വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. തുച്ഛമായ വോട്ടുകൾക്കാണ്. വോട്ടുകളുടെ എണ്ണം ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. 3,25,595 വോട്ടിലേക്ക് അടൂർ പ്രകാശ് എത്തിയിരിക്കുന്നു. 3,24,985 വി ജോയിയുടെ വോട്ട് നില. 610 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് എന്നുള്ളതാണ്. അടൂർ പ്രകാശ് 610 വോട്ടുകൾക്ക് മുമ്പിലെ അടൂർ പ്രകാശിലേക്ക് വിജയം എത്തുകയാണോ? 610 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ഇപ്പോൾ മുന്നിലാണ്. ആറ്റിങ്ങലിലെ അവസാന വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ അവസാന വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 610 വോട്ടുകൾക്ക് ഇപ്പോൾ അടൂർ പ്രകാശ് മുന്നിലെത്തി നിൽക്കുന്നു. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 610 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ഇപ്പോൾ മുന്നിലാണ്. അടൂർ പ്രകാശ് അവസാന അടൂർ പ്രകാശിന്റെ കൈ പിടിക്കുന്നു. കരകുളത്ത് അടൂർ പ്രകാശിന് ലീഡ്. ഇപ്പോൾ 610 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് മുന്നിൽ. ഏത് നിമിഷവും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് വി ജോയ്ക്ക്. രണ്ടുപേരുടെയും ലീഡ് നില മാറി മറിയുന്നുണ്ട്. LDF-നും UDF-നും NDA-ക്കും സ്വാധീനമുള്ള ഇടങ്ങളിലാണ് അവസാന വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്.